ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അധ്യാത്മരാമായണ ആരംഭത്തിൽ ശ്രീരാമ-സീതാ തത്വങ്ങളെ സീതാദേവി ഹനുമാൻ ഉപദേശിക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ശ്രീരാമൻ്റെ വാസ്തവിക സ്വരൂപം പരമാത്മഭാവമാണ് എന്ന് സംശയമെന്നേ ഉപദേശിക്കുകയാണ്. ഏകവും അദ്വിതീയവും സത്തും ചിത്തും ആനന്ദവുമായ ഇന്നതെന്ന് നിശ്ചയിക്കാൻ സാധ്യമല്ലാത്ത ആ ഒരു സ്വരൂപമായി നീ രാമനെ അറിഞ്ഞാലും എങ്ങനെയുള്ള നിർമ്മലം, യാതൊരുവിധ മലവുമില്ലാത്ത, മലം അശുദ്ധികൾ, അവിദ്യാദി ദോഷങ്ങൾ ഒട്ടുമില്ലാത്ത, അജ്ഞാനമോ അജ്ഞാന കാര്യങ്ങളോ ഇല്ലാത്ത, അതാകുന്നു നിർമ്മലം. നിർമ്മലം, നിരഞ്ജനം. അഞ്ജനം അജ്ഞാനമാണ്, അഞ്ജനം അവിദ്യയാണ്, അഞ്ജനം മാലിന്യമാണ്, അഞ്ജനം ഇരുളാണ്. ഇത് സ്പർശമില്ലാത്ത കേവല ജ്ഞപ്തി സ്വരൂപമായ, കേവല ജ്ഞാനസ്വരൂപമായ, ശുദ്ധസ്വരൂപമായ ആ ഒരു ഭാവത്തിൽ രാമനെ മനസ്സിലാക്കിയാലും നിർഗുണം, നിർവികാരം, ഗുണരഹിതമാണ്. സത്വരജസ് തമോ ഗുണങ്ങളോടുകൂടി വ്യത്യസ്ത ഭാവങ്ങളിൽ ലോകത്തിൽ ആവിർഭവിക്കുന്നു. ഇപ്പോൾ സൃഷ്ടി നടക്കുന്നു അവിടെ രജോ ഗുണത്തെ പ്രാപിച്ചു, എവിടെ സ്ഥിതി നടക്കുന്നു അവിടെ സത്വഗുണത്തെ പ്രാപിച്ചു, എവിടെ വിലയം സംഭവിക്കുന്നു അവിടെ തമോ ഗുണത്തെ പ്രാപിച്ചു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഗുണഭാവങ്ങളോടുകൂടി ഈ പ്രപഞ്ചലീലകളൊക്കെ ആടുമ്പോഴും പാരമാർത്ഥികമായി സത്യം നിർഗുണമാണ്, ഗുണരഹിതമാണെന്ന് അറിഞ്ഞാലും, അതുപോലെ തന്നെ വികാരമില്ലാത്ത പ്രപഞ്ചവികാരങ്ങൾ, ഈ കാണാകുന്ന നാമരൂപാത്മക ഭാവം മുഴുവൻ വികാരങ്ങളാണ്. പേരോടൊത്ത രൂപത്തോടൊത്തതൊക്കെ വികാരങ്ങളാണ്. ആ വികൃതികൾക്കപ്പുറത്തുള്ള കേവല സ്വരൂപമാണെന്ന് നീ മനസ്സിലാക്കിയാലും അതാണ് നിർവികാരം, സന്മയം. ഇവിടെ കുറേ നിഷേധിച്ചു. മലമില്ലാത്ത, അഞ്ജനമില്ലാത്ത, ഗുണമില്ലാത്ത, വികാരമില്ലാത്ത എന്നൊക്കെ. വാസ്തവത്തിൽ ഇന്നതാണ് പരമാത്മതത്വം എന്ന് സൂചിപ്പിക്കാൻ സാധ്യമല്ല, വാക്കിന് വിഷയമല്ലാത്തതുകൊണ്ട്. എങ്കിലും അപാര കൃപാവാന്മാരായ ആചാര്യവര്യന്മാർ എങ്ങനെയെങ്കിലും ഒരു അവബോധം ഉണ്ടാവട്ടെ എന്നുള്ള സങ്കല്പത്തോടു കൂടി ശാസ്ത്രങ്ങളിലൂടെ ശിഷ്യോപദേശം ചെയ്യുമ്പോൾ പദപ്രയോഗങ്ങളെ ചെയ്യും. അത്തരം പദപ്രയോഗങ്ങളാണ് സന്മയം, സന്മയമായത്, ഉണ്മ മാത്രമായത്. ഇവിടെ സ്വരൂപാർത്ഥത്തിൽ, പ്രാചുര്യാർത്ഥത്തിൽ മയട്ട് സത് ശബ്ദത്തോട് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ സത്ത് തന്നെ സ്വരൂപമായത്, ഉണ്മ തന്നെയായത്, സകല പ്രപഞ്ച വികാരങ്ങളും ശമിച്ചത്, ശാന്തം. ഇതെല്ലാം വേദാന്തത്തിൽ ആവർത്തിച്ച് പ്രയോഗിക്കപ്പെടുന്ന ശബ്ദങ്ങളെയാണ് ഇവിടെ രാമതത്വോപദേശത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ശാന്തമായത്, സകല പ്രപഞ്ച വികാരങ്ങളും ശമിച്ചത്. അങ്ങനെയുള്ള സദാനന്ദ സ്വരൂപമായി പരമാത്മാവിനെ നീ മനസ്സിലാക്കിയാലും, സാക്ഷാൽ പരമാത്മാവാണ് രാമനെന്ന് മനസ്സിലാക്കിയാലും, ഒന്നുകൂടി സ്പഷ്ടമാക്കുന്നു, ജന്മനാശാദികളില്ലാതൊരു വസ്തു, ജന്മവും നാശവും ഷഡ്ഭാവങ്ങളിൽ ആദ്യത്തതും അവസാനത്തതുമാണ്. ജനിക്കുക, നിലനിൽക്കുക, വളരുക, മാറ്റങ്ങൾക്ക് വിധേയമാവുക, ക്ഷയിക്കുക, നശിക്കുക, ഇതാണല്ലോ ഷഡ്ഭാവങ്ങൾ.
ഈ ഷഡ്ഭാവങ്ങളിൽ ആദ്യത്തതും അവസാനത്തതുമാണ് ഇവിടെ നിഷേധിച്ചിട്ടുള്ളത്. ജന്മനാശാദികളില്ലാത്ത എന്ന് പറയുമ്പോൾ ഷഡ്ഭാവങ്ങളുമില്ലാത്ത ഏതൊരു പരമസത്യത്തിൽ ഈ ഭാവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുവോ ആ പരമസത്യം ഭാവാതീതമാണ്. അതുകൊണ്ട് ജന്മനാശാദികളില്ലാത്ത വസ്തുവാണ് എന്ന് നീ അറിഞ്ഞാലും സർവത്തിനും കാരണമായ, സർവപ്രപഞ്ചത്തിനും കാരണമായ, എന്തുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടോ അതിനെല്ലാം ഉണ്മയെ നൽകി നിലകൊള്ളുന്ന, എല്ലാ കാര്യപ്രപഞ്ചത്തിൻ്റെയും ആസ്പദമായ കാരണഭാവം, അതേ സമയത്ത് സർവവ്യാപിയായിരിക്കുന്ന, ഇവിടെ സർവവ്യാപി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ വ്യാപിച്ച എന്ന ഭാവം നമ്മൾ എടുക്കരുത്. മറിച്ച് എല്ലാം എന്തിൽ വ്യാപിച്ചിരിക്കുന്നുവോ, സർവവും എന്തിൽ വ്യാപിച്ചിരിക്കുന്നുവോ അതെന്നർത്ഥം എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ആകാശം എന്ന് നമ്മൾ പറയുമ്പോൾ ആകാശം എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുന്ന അവകാശതയാണ്. എങ്കിൽ പോലും ആകാശം ഒരു ഭൂതമാണ്. ആകാശം ഭൂതമായതുകൊണ്ട് ആകാശത്തിനും അടിസ്ഥാനമായിരിക്കുന്ന സത്യമുണ്ട്. അപ്പോൾ ആകാശത്തിൽ വ്യാപിച്ചു എന്നതുപോലെ സർവവ്യാപി എന്നുള്ള അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കരുത്. മറിച്ച് ആകാശം പോലും എന്തിൽ വ്യാപിച്ച് നിലകൊള്ളുന്നുവോ ആ സർവാധിഷ്ഠാനത്തെ സൂചിപ്പിക്കാനാണ് വേദാന്തശാസ്ത്രത്തിൽ സർവവ്യാപി എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ സർവാത്മാവായി, എല്ലാമായി, സർവാത്മാവായി എന്ന് പറഞ്ഞാൽ എല്ലാമായി, എല്ലാത്തിൻ്റെയും ഭാവത്തിൽ നിലകൊള്ളുന്ന, എല്ലാ ഭാവപ്രകടനങ്ങൾക്കും അടിസ്ഥാനമായ ഉണ്മയായിരിക്കുന്ന ആ ഒരു നിലയ്ക്ക് സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം, എല്ലാം അറിയുന്നവനും എല്ലാത്തിനെയും കണ്ടറിയുന്നവനും പോരാ സർവത്തെയും നിയന്ത്രിക്കുന്നവനും, എല്ലാ പ്രപഞ്ച വികാരങ്ങളും അവൻ്റെ നിയന്ത്രണത്തിലാണ്. അങ്ങനെ സർവേശ്വര ഭാവത്തോടുകൂടി സർവാധാരമായി, നിത്യമായി, നാശരഹിതമായി, നിർവികാരാത്മാവായി, നേരത്തെ സൂചിപ്പിച്ചു, പ്രപഞ്ചവികാരങ്ങളില്ലാത്തതായി നീ മനസ്സിലാക്കിയാലും അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പദപ്രയോഗം കൂടിയുണ്ട്, സർവദേവതാമയം. നേരത്തെ സൂചിപ്പിച്ച ശബ്ദങ്ങളൊക്കെ പരമമായ വേദാന്ത തത്വ പ്രതിപാദകങ്ങളാണ് എങ്കിൽ സർവദേവതാമയം എന്നുള്ളതിന് വ്യാവഹാരിക തലം കൂടിയുണ്ട്. അതായത് എല്ലാ ദേവതകളിലൂടെയും ലക്ഷ്യമാക്കപ്പെടുന്നത് ഈ ഒരു പരമാത്മാവാണ്. സർവദേവതകളിലൂടെയും പ്രകടമാകുന്നത് ഏകമായ അദ്വിതീയമായ പരമാത്മാവാണ്. ഈ തത്വം നമ്മൾ ഓരോരുത്തരും ഗ്രഹിക്കണം, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ഹിന്ദു ധർമ്മത്തെക്കുറിച്ച്, സനാതനധർമ്മത്തെക്കുറിച്ച് നിന്ദിക്കാൻ പരിശ്രമിക്കുന്ന ശക്തികൾ ഏറ്റവും അധികം പറയുന്ന ഒരു വാദമാണ് ബഹുദേവതാവാദം. ശരിയാണ്, വേദം, വൈദിക ശാസ്ത്രം ബഹുദേവതകളെ ആദരിക്കുന്നു, ആരാധിക്കുന്നു. എന്നാൽ കോടാനുകോടിയായി പിരിഞ്ഞിരിക്കുന്ന സകല ദേവതകളിലൂടെയും ലക്ഷ്യമാക്കപ്പെടുന്നത് ഏകനും അദ്വിതീയനുമായ ഈശ്വരനാണ്. ഏകമായ ശക്തിവിശേഷം പല ഭാവങ്ങളിൽ പ്രകടമാകുന്നുവല്ലോ ലോകത്തിൽ. ദൃഷ്ടാന്തങ്ങൾ ഒരിക്കലും പൂർണ്ണമല്ലെന്നറിയാം. ദൃഷ്ടാന്തത്തിന് ഏകദേശ ബോധകത്വമേ ഉള്ളൂ. എങ്കിലും ചിന്തിക്കുക, ഒരു വൈദ്യുതി വ്യത്യസ്ത ഉപാധികളിൽ എങ്ങനെയാണ് ചൂടായും വെളിച്ചമായും ചലനോർജ്ജമായും ഒക്കെയൊക്കെ പല ഭാവങ്ങളെ പ്രാപിക്കുന്നത്? അപ്പോൾ വൈദ്യുതി ഏകമായിരിക്കെ പ്രത്യേകം ഉപാധികളിൽ വിശിഷ്ടഭാവങ്ങളിൽ പ്രാപിക്കുന്നത് പോലെ ഏകനും അദ്വിതീയനുമായ ഈശ്വരനാണ് സർവ്വദേവതകളായും തീർന്നിരിക്കുന്നത്. ഈ തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മനസ്സിലാക്കിപ്പിക്കേണ്ടതാണ്. അതാണ് സർവദേവതാമയം, സർവദേവതകളുടെയും ഭാവത്തിൽ ഈ ശ്രീരാമൻ പരമാത്മാ എന്ന് മനസ്സിലാക്കിയാലും ഇങ്ങനെ രാമതത്വം ഉപദേശിക്കുന്നു സീതാദേവി.